ലക്ഷ്മിയുടെ കല്യാണം ഒരു കുഴപ്പമില്ലാതെ നടത്തി തരുമെന്ന് ഞാനും കൈലാഷ് സാറും നിനക്ക് ഉറപ്പ് തന്നല്ലേ? പിന്നെ നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? എനിക്കൊരു പേടിയുമില്ല. ഈ ഓട്ടത്തിനിടയില് എനിക്ക് എന്റെ കല്യാണത്തെ പറ്റി ആലോചിക്കാൻ സമയമില്ലെന്നേ പറഞ്ഞുള്ളൂ. ശരി, ലക്ഷ്മിയുടെ കല്യാണം കഴിഞ്ഞ അടുത്ത ദിവസം നിന്റെ അച്ഛനോടും അമ്മയോടും ഈ കാര്യം അവതരിപ്പിക്കുന്നതിൽ നിനക്ക് വിരോധമൊന്നുമില്ലല്ലോ? പാർവതി എന്താ ഒന്നും പറയാത്തത്? പ്രിയം പറഞ്ഞത് ന്യായമായൊരു കാര്യമല്ലേ? പാർവതിയുടെ അച്ഛൻ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് പാർവതിയുടെ പേടിയെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാം. അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പാർവതിയുടെ അച്ഛനെ അമ്മയെ ഹോസ്റ്റലിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ നിങ്ങളുടെ കല്യാണക്കാര്യം പറയണമെന്നാ ഞാൻ കരുതിയത്. പക്ഷേ ഭൂമിക മാഡം എന്നെ തടഞ്ഞു. ഇനിയാണെങ്കിലും ഞാൻ അതിന് തയ്യാറാണ്. ദയവ് ചെയ്ത് നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ കല്യാണക്കാര്യത്തെ കുറിച്ച് സംസാരിക്കരുത്. എനിക്ക് കുറച്ച് മനസ്സമാധാനം വേണം. ഇന്നൊന്ന് വെറുതെ വിട്. പാറു, പ്രിയ, പാർവതി എന്തിനാ ഇങ്ങനെ പേടിക്കുന്ന? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സർ, ലക്ഷ്മിയുടെ കല്യാണത്തെക്കുറിച്ച് ചിന്തിച്ച് അവള് നല്ല ടെൻഷനില്ല. സാറ് ലക്ഷ്മിയുടെ കല്യാണത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുമെന്ന് ഞാൻ കരുതിയത്. ഞങ്ങളുടെ കാര്യം പറഞ്ഞപ്പോ അവള് കൂടുതൽ ടെൻഷനായി കാണും. പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്ന് അമ്മ എന്നോട് പറഞ്ഞപ്പോ ഞാൻ പോലും പേടിച്ചു. പിന്നെ അവളുടെ കാര്യം പറയണോ സർ? പ്രിയം പറയുന്നൊക്കെ ശരിയാ, പക്ഷേ ഇതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ പറ്റുമോ? പെട്ടെന്ന് ഞാൻ പറയുന്ന കേട്ടപ്പോ പാർവതി പ്രിയം പറയുന്ന പോലെ പേടിച്ചു കാണും. കുറച്ചു കഴിഞ്ഞാ ഞാൻ പറഞ്ഞ നിങ്ങളുടെ നല്ലതിനു വേണ്ടിയാണെന്ന് മനസ്സിലാക്കി പാർവതി സമ്മതിക്കാം. പ്രിയൻ ടെൻഷൻ അടിക്കണ്ട. ഈശ്വര, പാറുവിന്റെ മനസ്സിൽ എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. പ്രിയഞ്ചേട്ടാ, എന്താ പ്രിയഞ്ചേട്ടന്റെ ഉദ്ദേശം? എന്റെ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം എന്തിനാ കൈലാഷ് സാറിനോട് പറഞ്ഞത്? എനിക്ക് അദ്ദേഹത്തിന്റെ സഹായം വേണമെന്ന് ഞാൻ പ്രിയഞ്ചേട്ടനോട് പറഞ്ഞോ? നീ ഒന്നും പറയാത്തതാ ഏറ്റവും വലിയ പ്രശ്നം. നിന്റെ വീട്ടിൽ ഇത്രയും വലിയൊരു പ്രശ്നം നടക്കുന്നുണ്ടെന്ന് നീ ഫോണിൽ സംസാരിക്കുന്നത് കേട്ടതുകൊണ്ട് എനിക്ക് മനസ്സിലായത്. ഇല്ലെങ്കിൽ നീ അതും എന്നിൽ നിന്ന് മറച്ചേനെ. എനിക്ക് പ്രശ്നങ്ങള് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധി ഇല്ലെന്നാണോ പ്രിയഞ്ചേട്ടൻ പറയുന്നത്? എന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. എന്റെയും നിന്റെയും കുടുംബത്തെ ഞാൻ വേറെ വേറെ ആയിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ നിന്നെ സഹായിക്കാൻ ഞാൻ ശ്രമിച്ചത്. പ്രിയഞ്ചേട്ടൻ സ്വയം സഹായിക്കാൻ ശ്രമിക്കുകയല്ലോ ചെയ്തത്. കൈലാഷ് സാറിനെ ഈ പ്രശ്നത്തിലേക്ക് വലിച്ചഴക്കുകയല്ലേ ചെയ്തത്. ഇതൊക്കെ നമ്മുടെ കല്യാണക്കാര്യത്തെക്കുറിച്ച് കൈലാഷ് സാറിനെ കൊണ്ട് സംസാരിപ്പിക്കാനുള്ള വഴിയായിട്ടാ പ്രിയഞ്ചേട്ടൻ കണ്ടെന്ന് എനിക്കറിയാം. എന്താ പാറു പ്രശ്നം? എന്റെ അടുത്തൊരു വാക്ക് പോലും ചോദിക്കാതെ പ്രിയഞ്ചേട്ടൻ ഞങ്ങളുടെ കല്യാണം തീരുമാനിക്കാനുള്ള പരിപാടിയായിരുന്നു. എന്താടാ പാറു പറയുന്നത്? അത് ഞങ്ങളുടെ കല്യാണം 3 മാസത്തിനുള്ളിൽ നടത്തണമെന്ന് അമ്മ നിർബന്ധം പിടിക്കുക. അല്ല, നിന്റെ അമ്മയ്ക്ക് എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു വാശിയുണ്ടായത്? അടുത്ത 3 മാസത്തിനുള്ളിൽ എന്റെ കല്യാണം നടന്നില്ലെങ്കിൽ ഈ ജന്മത്ത് എനിക്ക് കല്യാണം നടക്കാനുള്ള യോഗം ഉണ്ടാവില്ലെന്ന് ജോത്സ്യൻ അമ്മയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത്. ഓ, ഇതിലിപ്പോ എന്താ പാറു വിഷമിക്കാനുള്ളത്? നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലല്ലേ? അപ്പൊ പിന്നെ കല്യാണം കുറച്ച് നേരത്തെ നടക്കുന്നതിൽ എന്താ കുഴപ്പം? അതൊന്നും ശരിയാവില്ല. എന്റെ മനസ്സിലിപ്പോ ചേച്ചിയുടെ കല്യാണം മാത്രമേ ഉള്ളൂ. ഞാൻ നിന്നെ നാളെ തന്നെ കല്യാണം കഴിക്കാനൊന്നും അല്ലല്ലോ പറയുന്നത്. നിന്റെ ചേച്ചിയുടെ കല്യാണം കഴിയുമ്പോ ഇതിനെക്കുറിച്ച് നിന്റെ അച്ഛനോട് ഒന്ന് സംസാരിക്കട്ടെ എന്നല്ലേ ചോദിച്ചുള്ളൂ. അതൊരു ന്യായമായ ആവശ്യമല്ലേ പാറു? മോഹൻ ചേട്ടൻ വെറുതെ ആവശ്യമില്ലാത്ത അഭിപ്രായം പറയരുത്. ഇവൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിടുന്നതെന്ന് മോഹൻ ചേട്ടനെ അറിയോ? അത് ഇവന് പോലും അറിയില്ലല്ലോ. അതെന്താണെന്ന്
പാറു പറഞ്ഞാലല്ലേ ഞങ്ങൾക്ക് മനസ്സിലാവും. ഇനി അവക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നീ പറ, എന്താണ് പാറുവിന്റെ പ്രശ്നം? എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഒരു താല്പര്യവും ഇല്ല. കല്യാണത്തെക്കുറിച്ച് ഒരു ചർച്ച ഇനി ഇവിടെ ഉണ്ടാവരുത്. ഇവൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യണ്ടെന്നാ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. അതെന്താ പ്രിയൻചേട്ടന് മനസ്സിലാവാത്തെ? പാറു ഒന്ന് പതുക്കെ, എല്ലാവരും അവിടെ കഴിച്ചോണ്ടിരിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ എല്ലാവരും അറിയിച്ച് വെറുതെ നാണം കിടണ്ട. പിന്നെ നീ എപ്പോ കല്യാണം കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് നീ തന്നെയാ. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നീട്ടാതെ വേഗം നടത്തുന്നത് തന്നെയാണ് നല്ലത്. നമ്മുടെ കൂട്ടത്തിലുള്ളവരിപ്പോഴും നിങ്ങളെ കാമുകന്മാരായിട്ട് കണ്ട് കളിയാക്കുന്നവരാ. കല്യാണം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഭിമാനത്തോടെ ഈ കമ്പനിയിലോട്ട് വന്നൂടെ? ഇത് ദൈവമായിട്ട് ഒരുക്കിയ അവസരമാണെന്ന് കരുതിയാൽ മതി. നിന്റെ അച്ഛൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഓർത്ത് നീ പേടിക്കണ്ട. അദ്ദേഹത്തെ ഞങ്ങള് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. നിങ്ങൾക്കൊന്നും എന്താ കാര്യം പറഞ്ഞാ മനസ്സിലാവാത്തത്? ചേച്ചി കല്യാണം കഴിഞ്ഞ് പോയ ഉടനെ അച്ഛനെ അമ്മയും തനിച്ചാക്കി പോകാൻ എനിക്ക് പറ്റില്ല. മൂന്ന് മാസത്തിനുള്ളിൽ എന്തായാലും നമ്മുടെ കല്യാണം നടക്കാൻ പോകുന്നില്ല. എന്നെ വെറുതെ നിർബന്ധിക്കരുത്. എന്താടാ പാറു ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.